വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. PSC പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് യൂറോപ്യന്മാരുടെ വരവ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചാനൽ ചെക്ക് ചെയ്താൽ മറ്റ് വീഡിയോസ് കാണാൻ പറ്റും. നമ്മളിപ്പം ബ്രിട്ടീഷുകാർ വരെയാണ് എത്തി നിൽക്കുന്നത്. ബ്രിട്ടീഷുകാരെ പറ്റി നമുക്കിന്ന് തന്നെ പഠിക്കാം. ഓക്കെ. പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും പോലെ ഇംഗ്ലീഷുകാരും വാണിജ്യ കാര്യങ്ങൾക്കായിട്ടാണ് കേരളത്തിൽ വന്നത്. കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ചിനെയാണ്. മാസ്റ്റർ റാൽഫ് ഫിച്ച് കൊച്ചിയിലെത്തിയത് 1583 എന്നാണ്. 1583 മാസ്റ്റർ റാൽഫ് ഫിച്ച് കൊച്ചിയിലെത്തിയത്. 1634-35 കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാർ പോർച്ചുഗീസുകാരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അതിൻ പ്രകാരം അവർക്ക് കേരളത്തിലെ പോർച്ചുഗീസ് തുറമുഖങ്ങളിൽ പ്രവേശനം ലഭിച്ചു. ബ്രിട്ടീഷ് കച്ചവടക്കാർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റി അയച്ച വർഷം 1636. കുരുമുളക് എന്നാ കയറ്റി അയച്ചത്? 1636. പണ്ടകശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രം വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1721. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ്. 1615. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ചരിത്രരേഖകൾ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ട്. ഷീമ, ഇംഗ്ലണ്ട്. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവ് രാമവർമ്മ. വേണാട് രാജാവിൻ്റെ പേരെന്താണ്? രാമവർമ്മ. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ വളർച്ചയെപ്പറ്റി പഠിക്കാം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാർ അവരുടെ കോളനിവൽക്കരണം കേരളത്തിൽ തുടക്കം കുറിച്ചത്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. 1800 മലബാർ മദ്രാസ് കോൺഗ്രസിന്റെ കീഴിലായി. 1791 കൊച്ചിയിൽ ബ്രിട്ടീഷുകാരുമായുള്ള വേറൊരു ഉടമ്പടി ഒപ്പുവെച്ചു. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി. 1800 കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിലായി. തിരുവിതാംകൂറിലേക്ക് നോക്കുമ്പോഴോ 1795 ബ്രിട്ടീഷുകാരുമായുള്ള ഒരു ഉടമ്പടി ഉണ്ടായി. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1805 ബ്രിട്ടീഷുകാരുമായി മറ്റൊരു ഉടമ്പടി ഉണ്ടായി. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യമായി മാറി. ഇത്ര കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വെക്കേണ്ടുള്ളത്. അപ്പം മലബാർ എന്ന് പറയുന്നത് 1792 മലബാറിൽ നടന്ന ശ്രീരംഗപട്ടണ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാൻ കാരണമായത് എന്നുള്ള കാര്യം ഓർക്കുക. താങ്ക്